ഇവിടെ നമുക്ക് പഠിക്കാനുള്ള സംഭവങ്ങൾ ഇതൊക്കെയാണ്. ക്ലാസ് 10ലെ ജിയോഗ്രഫിയാണ് ഇത്. നിങ്ങൾക്ക് ഉപകാരപ്പെടുവാണെങ്കിൽ പറയാം, കുറച്ചും കൂടി ബെറ്ററായിട്ട് ഞാൻ ചെയ്യാവുന്നതാണ്. ഇത് കണ്ടോ, ഡിസിഡിയസ് ഫോറസ്റ്റ് ഇത്രയും നോട്ട് പോലെയാണ്. കണ്ടോ, നമ്മൾ മൺസൂൺ ഇന്ത്യയിലും ഇക്വാറ്ററൽ റീജിയനെ കുറിച്ചൊക്കെ പഠിക്കുന്നുണ്ടല്ലോ. ഇക്വാറ്ററൽ റീജിയനിൽ എവർഗ്രീൻ ഫോറസ്റ്റാണ് പച്ചപ്പ് നിറഞ്ഞത്. മൺസൂൺ ക്ലൈമറ്റിക് റീജിയനിൽ എവർഗ്രീൻ ഫോറസ്റ്റും ഉണ്ട്, പ്ലസ് ഡിസിഡിയസ് ഫോറസ്റ്റ്. ഡിസിഡിയസ് ഫോറസ്റ്റ് എന്ന് വെച്ചാൽ ഇലപൊഴിക്കും മരങ്ങൾ. എന്താണ് മൺസൂൺ ക്ലൈമറ്റിക് റീജിയൻ? ജനങ്ങൾ തിങ്ങി നിറഞ്ഞ് താമസിക്കുന്ന ഇടത്തിനെയാണ് നമ്മൾ മൺസൂൺ ക്ലൈമറ്റിക് റീജിയനിൽ കാണുന്നത്. ഈ സ്ഥലങ്ങളിൽ തൊഴിലാളികൾ ഉള്ളതുകൊണ്ട് ഈ സ്ഥലം കൃഷിക്കായി ഉപയോഗിക്കുന്നു. കണ്ടോ, സോറി, നമ്മൾ അറിയേണ്ട ഇത് വന്നു. ജനങ്ങൾ തിങ്ങി നിറഞ്ഞ് താമസിക്കുന്നതുകൊണ്ട് ഈ ജനങ്ങൾ ഇവിടെ തിങ്ങി നിറഞ്ഞ് താമസിക്കുന്നുണ്ട്. തൊഴിൽ സാധ്യതകളൊക്കെ ഉള്ളതാണ് ഈ മൺസൂൺ ക്ലൈമറ്റിക് റീജിയനിൽ. ഈ സ്ഥലങ്ങളിൽ തൊഴിലാളികൾ ഉള്ളതുകൊണ്ട് തന്നെ അവിടെ ഈ സ്ഥലം കൃഷിക്കായിട്ട് ഉപയോഗിക്കുന്നത്. ചൂടുള്ളതും ഈർപ്പമുള്ളതും ഹ്യൂമിഡ് സമ്മർ, ഇംഗ്ലീഷ് മീഡിയത്തിലാണെങ്കിൽ ഹ്യൂമിഡ് സമ്മർ പ്രദേശങ്ങളിൽ വളരുന്ന ക്രോപ്സിനെയാണ് ട്രോപ്പിക്കൽ ക്രോപ്സ് എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് അവിടെ കൃഷി ചെയ്യുന്നത്. നിങ്ങൾ വായിച്ചു നോക്കിയാൽ മനസ്സിലാവില്ലേ.